മോഹൻലാൽ എന്ന ഒരു വലിയ പ്രതിഭയുടെ 2024 അത്ര ശോഭനം അല്ലാതെ പോയതിനു കാരണം അദ്ദേഹത്തിന്റെ കലാമൂല്യമുള്ള സിനിമകളെ കൂടി ഒരു മാസ് സിനിമയാക്കി അവതരിപ്പിക്കാൻ ശ്രമിച്ച ഫാൻസും സിനിമയുടെ പിന്നണി പ്രവർത്തകരുമാണ്. മോഹൻലാലിന്റെ എല്ലാ സിനിമയും മാസും പോപ്പുലർ സിനിമയും ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഫാൻസ് അദ്ദേഹത്തിന്റെ വേറിട്ട സിനിമകളെ തീരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓരോ സിനിമയും അതിൻ്റെതായ മൂല്യത്തിൻ്റെയും ഇതിവൃത്തത്തിൻ്റെയും അനുസരണം അവതരിപ്പിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഔചിത്യം. ഇനി വരാനിരിക്കുന്ന മോഹൻലാൽ സിനിമയായ, ഒരുപക്ഷെ മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായ എമ്പുരാൻ എന്താവും എന്ന് ചിന്തിക്കുമ്പോൾ ഒരല്പം വ്യാകുലത ഇല്ലാതില്ല. കാരണം പൃഥ്വിരാജ് അടുത്തിടെ പറയുകയുണ്ടായി, തെലുങ്ക് സിനിമയ്ക്ക് രാജമൗലി നൽകിയതുപോലൊരു കോൺട്രിബ്യൂഷനാണ് മലയാളത്തിൽ പൃഥ്വിരാജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് വലിയൊരു ക്യാൻവാസിലേക്ക് മലയാള സിനിമയെ എത്തിക്കുക എന്നാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്താണെങ്കിലും മലയാള സിനിമയുടെ മാർക്കറ്റ് എത്രത്തോളം വലുതാണെന്നും അത് ഏതു തരം സിനിമകളെ അവതരിപ്പിക്കുന്ന മാർക്കറ്റാണെന്നും വ്യക്തമായ ധാരണ ഉള്ളത് അത്യാവശ്യമാണ്. മലയാളത്തിന് ഇന്ത്യൻ സിനിമയിൽ ഉള്ള ഇടം നല്ല കഥകളും നല്ല അഭിനേതാക്കളും നല്ല ടെക്നീഷ്യൻസും കൊണ്ടും സമ്പന്നമായ നല്ല കഥാമൂല്യമുള്ള ജീവിതഗന്ധിയായ സിനിമകൾ ഉണ്ടാകുന്ന ഒരിടം എന്നതാണ്. അങ്ങനെയുള്ള മലയാള സിനിമകളെ ആണ് അങ്ങ് ബീഹാറിലും കാശ്മീരിലും ഒക്കെയുള്ള ആളുകൾ മാനിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും. മാസ് സിനിമകൾക്ക് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഒരു പഞ്ഞവുമില്ല. അങ്ങനെയുള്ളപ്പോൾ മാസ് സിനിമകൾ കൊണ്ട് പൃഥ്വിരാജ് മലയാള സിനിമയ്ക്ക് എങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻ ആണ് നൽകാൻ കഴിയുക എന്നുള്ളത് സംശയകരമാണ്. എമ്പുരാന്റെ ട്രെയിലർ കണ്ട ഞങ്ങൾക്ക് തോന്നിയത് ഒരു ഹോളിവുഡ് സ്റ്റൈൽ സിനിമ ആക്കാനുള്ള ശ്രമമാണോ എന്ന സംശയമാണ്. മിക്ക ടീസർ ഫ്രെയിമുകളും ഹോളിവുഡ് സ്റ്റൈലിൽ സെറ്റ് ചെയ്തതുപോലെ തോന്നി. അതുകൊണ്ട് തന്നെ എമ്പുരാൻ എന്ന സിനിമ എങ്ങനെ ആകും എന്നൊരു വ്യാകുലതയും ബാക്കിയായി. എന്തൊക്കെയായാലും മോഹൻലാൽ എന്ന നടന്റെ അഭിനയ പാടവം ഉപയോഗിക്കാതെ അദ്ദേഹത്തിന്റെ മാസ് കാണിക്കാനുള്ള കഴിവ് മാത്രം ദുരുപയോഗം ചെയ്യലാണ് പലരുടെയും ലക്ഷ്യം എന്നൊരു അഭിപ്രായം ഞങ്ങൾക്ക് ഇല്ലാതില്ല. ഇനി അദ്ദേഹത്തിന്റെ ഈ കഴിവിന് പാൻ ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ടോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മോഹൻലാലിന്റെ മാസ് കാണാൻ മറ്റു സംസ്ഥാനക്കാർ എമ്പുരാൻ കാണുമോ? ഇതൊരു പാൻ ഇന്ത്യൻ സിനിമ ആകുമോ?